ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ +2 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടോളൂ. ഓരോ ചോദ്യങ്ങളും നല്ല രീതിയിൽ തന്നെ മനസ്സിലായിക്കോളൂ കേട്ടോ. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, Price elasticity of supply is defined as the degree of responsiveness of quantity supplied of a commodity with respect to the change in its price. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈയിൽ എന്തോരം ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് ഉണ്ടാകുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ് എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ എത്രമാത്രം മാറ്റം വരുന്നു, അല്ലെങ്കിൽ സപ്ലൈക്ക് എന്തുമാത്രം ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിൻ്റ് നന്നായി പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം ആണെങ്കിലും ആനുവൽ ആണെങ്കിലും നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എന്താണ്? ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസ്ഡ് ഫ്രം 120 പെർ യൂണിറ്റ് ടു 100 പെർ യൂണിറ്റ്. അതായത് 120 രൂപ ഉണ്ടായിരുന്ന ഗുഡ് എന്തായിട്ട് മാറി? 100 രൂപയായിട്ട് മാറി. അപ്പോൾ എന്താണ്? കുറവാണല്ലേ? അതായത് വില കുറയുകയാണ് ചെയ്തത്. 120 നിന്ന് 100 കുറഞ്ഞു. അപ്പോൾ എത്ര ചേഞ്ച് ഉണ്ടായത്? 120 മൈനസ് 100 20. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഡിക്രീസ്ഡ് ഫ്രം 200 ടു 150 യൂണിറ്റ്സ്. വില കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 200 യൂണിറ്റ് ഉള്ളത് സപ്ലൈ എത്രയായിട്ട് മാറി? 150 ആയിട്ട് മാറി. അപ്പോൾ അവിടെ എത്ര ചേഞ്ച് വന്നിട്ടുള്ളത്? 50. ഓക്കെ, പ്രൈസിൽ 20 ചേഞ്ച് വന്നപ്പം യൂണിറ്റിൽ ക്വാണ്ടിറ്റിയിൽ എത്ര ചേഞ്ച് വന്നു? 50 ചേഞ്ച്. രണ്ടും കുറയാണ് ചെയ്തത്. ദെൻ കാൽക്കുലേറ്റ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ഓൾസോ കമന്റ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഈ ഒരു ഫോമുല നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഡെൽറ്റ പി വേണം, ഡെൽറ്റ ക്യൂ വേണം, അതുപോലെ പി വേണം, ക്യൂ വേണം. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? സോ അതിൽ ഡെൽറ്റ പി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രൈസിലുണ്ടായ ചേഞ്ച്. ആദ്യത്തെ പ്രൈസ് 120 ആയിരുന്നു, പിന്നെ അത് 100 ആയിട്ട് മാറി. അപ്പോൾ എത്രയാണ് പ്രൈസിലുണ്ടായ ചേഞ്ച്? 20. അത് ക്ലിയർ അല്ലേ? പ്രൈസ് ഡിഫറൻസ് എത്രയാണ്? 20. അടുത്ത ഡെൽറ്റ ക്യൂ, അതായത് സപ്ലൈയിലുണ്ടായ മാറ്റം. ആദ്യം 200 ആയിരുന്നു, പിന്നെ അത് 150 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എത്രയാണ് ചേഞ്ച്? 200 മൈനസ് 150, ദാറ്റ് ഈസ് 50. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് കിട്ടി. പിന്നെ പിയും ക്യൂ എന്താണ്? പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പ്രൈസാണ്. ഇനീഷ്യൽ പ്രൈസ് ആദ്യത്തെ എത്രയായിരുന്നു? 120. പിന്നെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 200. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ എങ്ങനെയാണ് ES കണ്ടുപിടിക്കുക? ഡെൽറ്റ ക്യൂ 50 ഡിവൈഡ് ബൈ ഡെൽറ്റ പി 20 ഇൻറ്റു ഇനീഷ്യൽ പ്രൈസ് 120 ഡിവൈഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി 200. സോ മക്കളെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 1ൽ കൂടുതലല്ലേ? അപ്പോൾ അതെന്താണ്? അതിൻ്റെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇലാസ്റ്റിക് സപ്ലൈ ആണെന്ന് നിങ്ങൾ എഴുതുക കേട്ടോ. ഇലാസ്റ്റിക് സപ്ലൈ ആണെന്നും കൂടി എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫുൾ മാർക്ക് കിട്ടുക. അത് ഇലാസ്റ്റിക് സപ്ലൈ ആണെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കതിൻ്റെ കംപ്ലീറ്റ് മാർക്കും കിട്ടുക.
റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് വിശ്വസിക്കുന്നത്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അടുത്ത ചോദ്യം ഗ്രാഫിക്കലി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ ഓഫ് എൻ എക്കോണമി. അതെങ്ങനെയാണ് നമ്മൾ കാണിക്കുക? അത് നമ്മൾ AD = AS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം 2 സെക്ടർ മോഡലിലെ ഇക്വിലിബ്രിയം കണക്കാക്കുന്നത്. സോ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 2 സെക്ടർ മോഡലിലെ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് AD കാണാൻ പറ്റും. AD നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. AD അതുപോലെ തന്നെ ASഉം ഇത് രണ്ടും കൂടി ഈക്വൽ ആവുന്ന ആ ഒരു പോയിൻ്റ്, അതാണ് എന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിൻ്റ്. ഈ ഒരു പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. റെഡി? അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് നമുക്കതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടുക. AD = AS എന്നുള്ള ആ ഒരു ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് പഠിക്കും. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദ എഫക്റ്റ് ഓഫ് ഇൻകം ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ AD ഓൺ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ. അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാമാണ് അവിടെ കാണിക്കേണ്ടത്. AD കർവ് ഷിഫ്റ്റ് അപ്വേർഡ് പാരലൽ ഡയഗ്രാം. നാഷണൽ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. നാഷണൽ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ച് മനസ്സിലാക്കുക. റെഡി? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഈ രീതിയിൽ നാഷണൽ ഇൻകം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് RBIയുടെ കുറച്ച് മോണിറ്ററി പോളിസി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചോദ്യം എങ്ങനെയായിരുന്നു? RBI ക്യാൻ എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് മണി സപ്ലൈ ഇൻ എക്കോണമി. എക്കോണമിയിൽ RBIക്ക് മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും സാധിക്കും. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ടിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിസ്റ്റ് ഔട്ട് എനി 4 മോണിറ്ററി പോളിസി ടൂൾസ് യൂസ്ഡ് ബൈ RBI ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾസാണ്, മോണിറ്ററി ടൂൾസാണ് RBI സ്വീകരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ബാങ്ക് റേറ്റ്, CRR അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊക്കെയാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പലതരത്തിലുള്ള മെഷേഴ്സ് RBI സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്ക് റേറ്റ് പറയാം, അതുപോലെ CRR, SLR പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ OMO പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ ഏതെങ്കിലുമൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പഠിച്ചാൽ വളരെ നന്നായിരിക്കും. അതിൽ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ എനി 2 ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ടൂൾസ് യൂസ് ടു കൺട്രോൾ മണി സപ്ലൈ. ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിൽ എന്താണ് ഏതെങ്കിലും 2 എണ്ണം ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ബാങ്ക് റേറ്റോ, CRR, SLR, OMO ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ? ഈ ഒരു പോർഷനിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കും. റെഡി? ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് GDP ആസ് പെർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരമുള്ള GDP എന്ന് പറയുന്നത് C+I+G+X-M എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചോളൂ. C+I+, അതുപോലെ തന്നെ G+X-M, ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരമുള്ള GDP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. C+I+G+X-M, ഇത് നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് GDP മാർക്കറ്റ് പ്രൈസ്, NDP ഫാക്ടർ കോസ്റ്റ് ആൻഡ് NNP ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ GDP മാർക്കറ്റ് പ്രൈസ് ആയിട്ട് 49,650, NDP ഫാക്ടർ കോസ്റ്റ് ആയിട്ട് 47,350, ദെൻ NNP ഫാക്ടർ കോസ്റ്റ് 50,850. ഈ രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു
ഈ കാണുന്നത്. ഇത് ആക്ച്വലി വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോട് റൈറ്റ് ഡൗൺ എനി ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫോൾസ് വെൻ എം സി ലെസ് ദാൻ എ ബി സി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് മിനിമം വെൻ എം സി ഈസ് ഈക്വൽ ടു എ ബി സി എന്ന് പറയാം. ദെൻ എ ബി സി ഇൻക്രീസസ് വെൻ എം സി ഗ്രേറ്റർ ദാൻ എ ബി സി എന്നും പറയാം. ഈ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് എഴുതാം. പിന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ ഈ രീതിയിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇത് ആണ് നിങ്ങളുടെ ഫൈനലായിട്ടുള്ള ഒരു ആൻസറിങ് ആയിട്ട് വരേണ്ടത്. ടി എഫ് സിയുടേത് ഫുള്ളായിട്ട് 20-20-20 എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് കംപ്ലീറ്റ്ലി. അതുപോലെ ടി വി സി നോക്കുകയാണെങ്കിൽ 50, 80, 105, 60, 150, 270, 420 ആ രീതിയിലാണ് വരുന്നത്. ടി സി വരുന്നത് 70, 100, പിന്നെ 125, 80, 170, 290, 440 ആണ്. എം സി വരുന്നത് എന്താണ്, എം സി 30, 25, ആദ്യത്തത് നമുക്കറിയില്ല എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ 30, 25, -45, 90, പിന്നെ വരുന്നത് 120, 150. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് അറിയാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് എന്തേ തന്നിട്ടുള്ളൂ, ടി എഫ് സി പിന്നെ എ വി സി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടി വി സി കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളതിലേക്കൊക്കെ പോകാൻ. ടി വി സി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് ടി എഫ് സിയും ടി വി സിയും കൂടി കൂട്ടിയിട്ട് ടി സി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ടി സിയിലെ ചേഞ്ച് വെച്ചിട്ട് എം സിയും കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി തന്നെ ചെയ്യാം. ഓക്കെ.